ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അതേപോലെ ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഈ പിള്ളേരൊക്കെ മുടഞ്ഞിടുന്ന പിള്ളേരുണ്ടാവും, അതേപോലെ മുടഞ്ഞിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ബാക്ക് ഒന്നും നമ്മൾ മുടിയൊക്കെ പിന്നിടുമ്പോൾ ഒന്നുമില്ലാണ്ട് ചിലപ്പോൾ കാണാനൊന്നും ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ആ പിന്നിടുന്ന ഭാഗം കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു യൂപ്പിന്നിലാണ് കേട്ടോ. അപ്പോൾ ഈ യൂപ്പിന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഫ്ലവർ മേക്കിങ്ങും കൂടിയാണ് കേട്ടോ. നമുക്ക് എങ്ങനെ ബീഡ്സ് വെച്ചിട്ട് ഫ്ലവർ ചെയ്തെടുക്കാം, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഫ്ലവർ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ചു എന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഹെയർ ബോ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നെക്ക് പീസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ബാംഗിൾസ് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു ഫസ്റ്റത്തെ മെത്തേഡാണ്. ഞാൻ 2 മെത്തേഡ് കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് യൂപ്പിന്നിലും മറ്റേതൊരെണ്ണം നമ്മുടെ ടിയാര ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള വൈറ്റ് കളറിലുള്ള കട്ട് ബീഡ്സ് ആണ് കേട്ടോ. ഏറ്റവും ചെറിയ സൈസിലുള്ള കട്ട് ബീഡ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാക്കറ്റിന് വെറും 10 രൂപയുള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ യൂപ്പിന്നാണ്. ഇത് നോർമൽ ഒരു യൂപ്പിന്നാണ്, പക്ഷേ ഒന്നുകൂടി നല്ല ക്വാളിറ്റി ഉള്ള യൂപ്പിന് നമുക്ക് കിട്ടും കേട്ടോ. മെറ്റലിൻ്റെ ഗോൾഡൻ കളറിലും സിൽവർ കളറിലൊക്കെ ആയിട്ട് കിട്ടാറുണ്ട്. ഇത് ബ്ലാക്ക് കളറാണ്, പക്ഷേ ഇതിൻ്റെ കുറേ കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലാക്ക് കളർ ഇങ്ങനെ ഇളകി പോവും. അപ്പോൾ പിന്നെ അത് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ 4 mm കമ്പിയാണ്. ഈ ഒരു കമ്പിയിലാണ് നമ്മൾ ഈ ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് നമ്മൾ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കാനായിട്ട് ഇതിലേതെങ്കിലും തരത്തിലുള്ള മുത്തുകൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ മുത്തല്ലെങ്കിൽ നമുക്ക് വല്ല ഫ്ലവേഴ്സോ ചെറിയ ഫ്ലവേഴ്സോ അങ്ങനെ അത് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. പല കളറിലുള്ള ഏത് ടൈപ്പിൽ ഉള്ള ബീഡ്സ് വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തൽക്കാലം നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. കാരണം വേണം നമുക്ക് ഈ മുത്തുകൾ വേണം. ഇതിലേതാണ് നമുക്ക് സ്യൂട്ട് ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് ഡ്രസ്സിനനുസരിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ബീഡ്സ് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ ആവശ്യമില്ല. അപ്പം നമുക്ക് ആകെ ആവശ്യമുള്ള സാധനങ്ങൾ ഈ 3 സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അതേപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ കൂടിയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ഏതൊരു മുത്ത് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ആദ്യം ഈ കമ്പിയുടെ അറ്റത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു, കറക്റ്റ് ആ ഷേപ്പ് ഒന്ന് കിട്ടാനായിട്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് മുത്തെടുക്കുക, എന്നിട്ട് ആ കമ്പിയിലോട്ട് ഈ മുത്തിനൊക്കെ കുറച്ച് കയറ്റി കൊടുക്കുക കേട്ടോ. ഒരു അത്യാവശ്യം കുറച്ച് ലെങ്ത്തിലൊന്ന് കോർത്തെടുക്കുക. അപ്പം ഞാൻ ഇതുപോലെ കുറച്ചൊന്ന് ലെങ്ത്തിൽ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കമ്പിയുടെ അറ്റുണ്ടല്ലോ, അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആ ഒരു ഭാഗത്ത് നിന്നാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് കമ്പി കുറേ ലാഭിക്കാനായിട്ട് പറ്റും. മറ്റത് നമ്മളൊരു ഏകദേശ കണക്കനുസരിച്ചിട്ടായിരിക്കും കമ്പി കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാവുമ്പോൾ കമ്പി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലവർ ചെയ്തതിന് ശേഷം മാത്രം കമ്പി കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ, ബാക്കി ഭാഗം വരുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 14 കട്ട് ബീഡ്സ് വെച്ചിട്ട് ഒരു ലീഫ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ 14 എണ്ണം നമ്മൾ ഒന്ന് കൗണ്ട് ചെയ്യുക. എന്നിട്ട് ഇത് ഒരു റൗണ്ട് ഷേപ്പിൽ കണ്ടില്ലേ, ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ എങ്ങനെയാണ് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ കൂടി ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഞാൻ ചുരുട്ടിയെടുക്കുന്നത് എന്നുള്ളത് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ വിരലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആ മുകൾ ഭാഗം
ഭാഗം ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക കേട്ടോ. അതാണ്ട് 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുത്തു, അത്ര മതി. 2 പ്രാവശ്യമൊക്കെ മതി കേട്ടോ, കൂടുതൽ വേണ്ട. കൂടുതലായി കഴിഞ്ഞാൽ അതൊരു ലെങ്ത് ആയിട്ട് വരും, ആ ഒരു മടക്കുള്ള ഭാഗം കുറച്ച് ലെങ്ത്തിൽ വരും, അപ്പം അതിനാവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഈ ഷേപ്പ് ഒന്ന്, ആ ഫ്ലവറിനെ ഒന്ന് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ആക്കാം. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കുറച്ചും കൂടി നല്ല റൗണ്ടിലൊക്കെ എടുത്താൽ നമുക്ക് പല ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു റൗണ്ട് ഷേപ്പ്, ഒരു എന്താ പറയുക, നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാവില്ലേ, റൗണ്ട് ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് ഉള്ളത് പോലെയുള്ള ആ ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ആ ലോങ് ആയിട്ട് കുറച്ച് കമ്പി നമ്മൾ ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കത് ലാസ്റ്റ് ഒന്ന് ചുരുട്ടി എടുക്കാനായിട്ട് കമ്പി അവിടെ വേണമല്ലോ. അപ്പോൾ അതിനാണ് കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ ഒരു 2 ഇഞ്ച് ഗ്യാപ്പിലൊക്കെ നമ്മൾ കമ്പി വിട്ടിട്ടുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗത്ത് ഇതുപോലെ വീണ്ടും ഞാനൊരു ലീഫ് കൂടി ചെയ്തെടുത്തു കേട്ടോ. കണ്ടില്ലേ, ഇപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി വീണ്ടും അതേ കമ്പിയിൽ തന്നെയാണ് നമുക്ക് ആ മുത്തുകളുള്ളത്. അപ്പൊ അതിനെ വീണ്ടും ഇതേപോലെ കൗണ്ട് ചെയ്യാം. ഒരു 14 എടുക്കുക, കൗണ്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് എത്രത്തോളം ലീഫുകൾ വേണം. ഇപ്പൊ ചില ലീഫ് പൂക്കളാണെങ്കിൽ ചിലപ്പോൾ 3 ഇതളേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലതിന് 4 ഇതളുണ്ടാവും, ചിലപ്പോൾ 5 എണ്ണം, ചിലപ്പോൾ 6 എണ്ണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കൂടുതൽ നല്ല ലീഫുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് 5 ഇതള് വെച്ചിട്ടുള്ള ഒരു ലീഫാണ്. അപ്പോൾ 6 ഇതള് വെച്ചിട്ടുള്ള ലീഫും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു 14 വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയൊരു ഫ്ലവറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു, കാരണം നമ്മളിതിപ്പോൾ മുടഞ്ഞ് വെക്കുമ്പോൾ കാണാൻ, ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നിന്നും ചിലപ്പോൾ മുടഞ്ഞ് അങ്ങനെ നല്ല ഭംഗിയിൽ മുടഞ്ഞിട്ട് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാറില്ലേ, അപ്പോൾ ഫ്രണ്ടിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാനായിട്ടാണ് ഞാൻ ചെറിയ സൈസിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 5 ഇതളിൽ ഞാനൊരു ഫ്ലവർ ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ബാക്കി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ലെങ്ത്തിലൊരു കമ്പി വിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 6 ഇതളിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ജസ്റ്റ് ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനിത് ചെയ്തത് റെഡ് കളറിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇടാം കേട്ടോ. ഈ അടുത്തത് ഞാൻ ഒരു വീഡിയോ കൂടി ഇടുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് സെക്കൻഡ് ടൈപ്പ്. ഈ ഒരു ടൈപ്പാണ്, ടിയാരയാണ് ഞാൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കി വന്ന ആ ഒരു കമ്പീനെയും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെച്ച കമ്പിയും കൂടിയിട്ട് ഒന്ന് കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കി വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇതിനെ കറക്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇപ്പം തന്നെ ആ ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിനെ ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ ഞാൻ. അപ്പം നമുക്ക് കമ്പി കണ്ടില്ലേ, നമ്മൾ വേസ്റ്റ് ആയിട്ടില്ല, കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കമ്പി കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ചൊരു ഗ്യാപ്പ് വരും. കാരണം ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും സെൻറ്റർ ഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാവുമെന്ന്. പക്ഷേ ഇതെന്താ, ഞാൻ നല്ല പിരിച്ചു വന്നപ്പോൾ ആ സെൻറ്റർ ഭാഗത്തെ ഹോള് കാണാനില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ എനിക്കത് ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ആ സെൻറ്റർ ഭാഗത്ത് ഞാനിപ്പോൾ സെൻറ്റർ ഭാഗത്ത് ഒരു റെഡ് കളറുള്ള മുത്താണ് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. പക്ഷേ എനിക്കത് അവിടെ വെക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഇതിനെ ജസ്റ്റ് ആ ഇതളുകൾക്ക് ഇടയിലൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ ആ മണ്ടത്തരം കാട്ടി വെക്കില്ലേ, കാരണം ഞാനും ഇത് യൂപ്പിനിൽ ആദ്യമായിട്ടാണ് ഞാനും ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കാണ് ആദ്യമായിട്ട് ഞാൻ കാണിച്ചിരുന്നതും അതേപോലെ ഉണ്ടാക്കുന്നതും ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരാതെ നിങ്ങൾ നോക്കുക. കാരണം നിങ്ങൾ ലാസ്റ്റ് നമ്മളെല്ലാ ലീഫുകളും ഉണ്ടാക്കിയിട്ട് ഫ്ലവർ സെറ്റ് ചെയ്യണ സമയത്ത് അടിവശത്ത് നമ്മൾ ചുരുട്ടിയെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ആ റൗണ്ട് സെൻറ്റർ ഭാഗത്ത് ആ റൗണ്ട് വരുന്നുണ്ടോ എന്ന് കൂടി നോക്കണം കേട്ടോ. എന്നിട്ട് വേണം ബാക്കി നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഇത് ഇവിടെ ഈ സെൻറ്റർ ഭാഗത്തൊരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് സെൻറ്റർ ഭാഗത്ത് വെക്കുന്ന ആ ഒരു മുത്തിൻ്റെ കമ്പികൾ ഇറക്കി കൊടുക്കേണ്ടത്. പക്ഷേ എനിക്ക് അതിന് ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, 2 ഇതളുകൾക്കിടയിലൂടെ ഒന്ന് വെച്ച് കൊടുത്തു, സെൻറ്റർ ഭാഗത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ, പോരുന്നൊന്നുമില്ല.
അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകണോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും എനിക്കൊരു സമാധാനം ഇല്ല. കാരണം നമ്മൾ സെൻറ്റർ ഭാഗത്ത് വെക്കുമ്പോൾ അത് അവിടെ കറക്റ്റ് അതിൽ നിന്നോളും. മറ്റതിനി പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുകയാണ് പോരുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതാവുമല്ലോ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ 2 കമ്പികളും കൂടിയിട്ട് ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് പോരണില്ല, അങ്ങനെ തന്നെയാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല ഭംഗിയിൽ നമുക്ക് ആ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഇതിന് അടിയിൽ കുറേ തട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇതേപോലെ ഒരെണ്ണം കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്ലവർ കൂടി ചെയ്തെടുത്തു. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാൻ ഈ ഒരു റെഡ് വെക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഫസ്റ്റ് സെൻറ്റർ ഭാഗത്ത് വെക്കാനുള്ള ഫ്ലവർ ചെയ്തെടുത്തു. ഇനി അതിൻ്റെ അടിവശത്തേക്ക് വെക്കാനുള്ള ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പം അതിൽ ഞാൻ ശരിക്കും ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അടിവശത്തേക്ക് വെക്കാനുള്ള ഫ്ലവർ ചെയ്തെടുത്തത്. ഇത് ഞാൻ 16 ബീഡ്സാണ് കേട്ടോ കോർത്ത് കൊടുത്തിട്ടുള്ളത്. മറ്റതിൽ 14 ആയിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫ്ലവറായി കിട്ടിയത്. വീണ്ടും ഞാൻ അടിയിൽ വെച്ച് കൊടുത്തത് 16 അത് കുറച്ചുകൂടി വലുതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഹോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു യൂപ്പിന് വെച്ചിട്ട് തന്നെ ഞാൻ ആ ഹോളിനെ കറക്റ്റ് ഒന്ന് റൗണ്ട് തന്നെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് ആ ഐഡിയ കിട്ടും. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എന്താ, ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പക്ഷെ നിങ്ങൾ സ്വയം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ അവിടെ ഞാൻ പറഞ്ഞത് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ ഞാൻ ആ സെൻറ്റർ ഭാഗത്തൊരു ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവറിനെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ താഴോട്ടേക്ക് എല്ലാ കമ്പികളും അതിൻ്റെ ഉള്ളിൽ തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പോയിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക. ഒരു 2 ഇതളുകളുടെ ഇടയിൽ ഫസ്റ്റ് മുകളിലത്തെ ലീഫ് വരുന്ന ഒരു രീതിയിൽ വേണം സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും കാണാൻ ഭംഗി ഉണ്ടാവുക. 2 ഇതളും ഒരേ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. ഒന്നിനടിയിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഭംഗി ഉണ്ടാവുക. അപ്പം അങ്ങനെ അല്ല, ചിലപ്പോൾ ഭംഗി ഉണ്ടാവും ചെയ്യട്ടോ, എനിക്കറിയില്ല. അപ്പം ഞാനിതിപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് പല ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്ക് ഒരു വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണ്, നമുക്കിപ്പോൾ ഹെയറിൽ ചെയ്യാനായിട്ട് ക്ലിപ്പൊന്നും ഇപ്പോൾ അധികം നന്നായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും കൂടി ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഒരു വെറൈറ്റി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലോ, ആ കുട്ടിയുടെ തലയിൽ വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയും. ഇത് ഞാൻ പറയാൻ കാരണം ഞാനൊക്കെ ഇതേപോലെ ചെയ്തത് വെച്ചിട്ട് പോകുമ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട് നല്ലതാണ്. അതേപോലെ മോള് വെച്ചിട്ട് പോകുമ്പോഴായാലും നല്ല അഭിപ്രായമാണ് കേട്ടോ കിട്ടാറുള്ളത്. അപ്പോൾ ആ ഒരു ഐഡിയ കൊണ്ടാണ് അവർ പറയുന്ന ഒരു രീതിയിൽ വെച്ചിട്ടാണ് ഞാനും നിങ്ങളോട് ഈ പറയുന്നത്. അങ്ങനെ തന്നെയാണ്, എന്തായാലും പറയും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അറിയാലോ, ഓരോരുത്തർ കമൻറ്റ് പറയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ യൂപ്പിനിലൊന്ന് ഇതിനെ ചുറ്റി കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സാധാരണ വെറുതെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് 2 സൈഡിലും, ഇപ്പുറത്തെ സൈഡിലും ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക, അപ്പുറത്തെ സൈഡിലും ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി അതിനെ ചുറ്റിയെടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന കമ്പികളൊന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മുടെ കട്ടിംഗ് പ്ലയർ ഉണ്ടല്ലോ, പ്ലയർ വെച്ചിട്ട് ആ പൊങ്ങി നിൽക്കുന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. കട്ട് ചെയ്തതിന് ശേഷം ആ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് നമ്മുടെ പ്ലെയർ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പം നമുക്ക് നമ്മുടെ തലയിലൊക്കെ വെക്കുമ്പോൾ അതൊന്ന് പിടിച്ച് വലിക്കാതെ, മുടിയിലൊന്നും ആവാതെ നമുക്കത് കിട്ടും. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ, നല്ലതാണ്. ഞാനിപ്പോൾ ചെയ്തപ്പോൾ എനിക്കിഷ്ടമായിട്ടോ. എൻ്റെ മോളുടെ തലയിൽ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം, എങ്ങനെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് എന്ന്. അതേപോലെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടി ഡിസൈൻസൊക്കെ കുറച്ചുകൂടി നല്ല വ്യത്യാസം വരുത്തിയിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് എന്തായാലും കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, അതൊത്തിരി സന്തോഷം. എല്ലാത്തിനും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ. എന്നാലാവുന്ന വിധം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് നേരിട്ട് ഇതേപോലെ മെസ്സേജിലൂടെ ചോദിക്കാം.
ചോദിക്കാം. ഞാൻ എന്തായാലും തീർച്ചയായും മറുപടി തന്നിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ല അടിപൊളിയാണ്, നല്ല വീഡിയോ ആണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇതേപോലെ എനിക്ക് എന്നെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലെ എന്തായാലും വീഡിയോസ് ഇടും കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ തീർച്ചയായും കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ്. അപ്പോൾ ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മോളുടെ തലയിൽ വെക്കുന്ന ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോട്ടോയും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് ഇതേപോലെയല്ല, ഞാൻ അപ്പോൾ നേരത്തെ കാണിച്ചെന്ന ഒരു മോഡലിൽ ഒരു മോഡലിൽ വെച്ചിട്ടുള്ള ടിയാരയാണ് ഞാൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതും വേണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇടാം. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുന്നൊന്നുമില്ല, എന്തായാലും ചിലർക്ക് കാണാനായിട്ട് ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഇടാട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ആക്സറിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ? ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു ഇത് ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടമാവാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രൈഡ്സൊക്കെ ഇതൊക്കെ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് നമ്മുടെ ബ്രൈഡ്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വെക്കുന്നതാണ്. ഇങ്ങനെ ഇതേപോലെ മുടിയൊക്കെ ലാസ്റ്റ് പിന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കില്ലേ. അപ്പോൾ അത് നമുക്കും ഇതേപോലെ നല്ല വലുതല്ലാത്ത രീതിയിൽ ചെറുതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ഡിസൈനുമായിട്ട് മോഡലായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ മോളുടെ തലയിൽ വെച്ചിട്ടുള്ള ഇതുപോലെയൊക്കെ നമ്മൾ കണ്ടില്ലേ, ഈ ഒരു മോഡലിലൊക്കെ ആയിരിക്കും അധികം മിക്ക പെൺകുട്ടികളും ഹെയർ സ്റ്റൈൽ ചെയ്യുക. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴായിക്കോട്ടെ, ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഈ ഹെയർ പിൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കല്ലേ വേണ്ടൂ. ഇപ്പോൾ ഇത് ഒരെണ്ണേ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 4-5 ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.